കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം അരുണിമ മിസ് ആണ്. ഇന്ന് ടീച്ചർ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. കാരണം നിങ്ങളൊക്കെ വളരുന്ന മക്കളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയുള്ള ഒരുപാട് നാളുകളിൽ ഈ കാര്യങ്ങൾ ശീലമാക്കുന്നത് നിങ്ങളുടെ ലൈഫിന് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പൊ എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് മികച്ച ആരോഗ്യത്തിന് നാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ആരോഗ്യമുള്ള ഒരു ശരീരമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പൊതുവെ പറയാറുണ്ട്. ഈ കാര്യം വളരെ ശരിയല്ലേ കൂട്ടുകാരെ? ഒരുപാട് പൈസയുണ്ട്, എന്നാൽ ഒട്ടും ആരോഗ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പൈസ കൊണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ? ആകെയുള്ള പൈസ മുഴുവൻ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടി വരും അല്ലെ? അപ്പൊ നല്ല ആരോഗ്യമുള്ള ഒരു ശരീരം തന്നെയാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന് നമ്മുടെ പരിസര ശുചിത്വവും അതേപോലെ തന്നെ വ്യക്തിഗത ശുചിത്വവും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആളുകൾ ആരോഗ്യത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് മാറാറുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട കുറച്ച് അടുക്കും ചിട്ടകളെ കുറിച്ചുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. യെസ്, ആദ്യത്തെ കാര്യം ഡ്രിങ്ക് വാട്ടർ എന്നുള്ളതാണ്. കേൾക്കുമ്പോൾ എല്ലാവർക്കും വളരെ സിമ്പിൾ ആയിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് വെള്ളം കുടിക്കുക എന്നുള്ളത്. എന്നാൽ എത്ര ആളുകൾ ഈ ഒരു കാര്യം ചെയ്യാറുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം കുറച്ച് കുറവായിരിക്കും അല്ലെ? നിങ്ങൾക്ക് അമ്മയോ അച്ഛനോ ഒക്കെ നല്ല പോലെ തന്നെ വെള്ളമൊക്കെ നിറച്ച് വാട്ടർ ബോട്ടിൽ തന്നു വിടുന്നുണ്ട്. വൈകുന്നേരം അതേപോലെ കൊണ്ടുവരുന്ന കുറേ ആളുകളുണ്ട്. അമ്മയും അച്ഛനും ഒക്കെ പേടിച്ചിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും? പുറത്തേക്ക് ഒഴിച്ചു കളയും, എന്നിട്ട് കുടിച്ചെന്ന് പറയും അല്ലെ? ആക്ച്വലി നല്ല പോലെ വെള്ളം കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് രോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മൂത്ര സംബന്ധമായിട്ടുള്ള അസുഖങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. നല്ല പോലെ വെള്ളം കുടിച്ചതിന് ശേഷം നിങ്ങൾ യൂറിനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഹെൽത്തിന് അത് വളരെയധികം നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? മാറ്റം വരുത്തുന്നതായിരിക്കും. അപ്പം നല്ല പോലെ എന്ത് ചെയ്യുക? വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ കൃത്യസമയമായിട്ട് യൂറിനേറ്റ് ചെയ്യുകയും ചെയ്യുക. കുറേ കുഞ്ഞുങ്ങളുണ്ട് അല്ലെ, രാവിലെ സ്കൂളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷമായിരിക്കും യൂറിനേറ്റ് ചെയ്യുക. അങ്ങനെയുള്ള ഒരു ശീലം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ ഒഴിവാക്കണം. എന്ത് ചെയ്യുക? നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഒരു കൃത്യത ഇടവേളകളിൽ യൂറിനേറ്റ് ചെയ്യുന്നതും കൂടെ എന്ത് ചെയ്യുക? ഉറപ്പ് വരുത്തുക. മുട്ടി കഴിഞ്ഞു കഴിഞ്ഞാലും പോകാതിരിക്കരുത് എന്ന് സാരം. ടീച്ചർ പറഞ്ഞ കാര്യം മനസ്സിലായോ? രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് മൂവ് യുവർ ബോഡി എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങളൊക്കെ രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ നിങ്ങളെ സ്കൂളിൽ കൊണ്ടുപോയി ഇറക്കി വിടും, വൈകുന്നേരം ആകുമ്പോൾ അതേപോലെ തിരിച്ചു വരും അല്ലേ? അപ്പൊ നിങ്ങൾക്ക് തീരെ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് വളരെ കുറവല്ലേ? ചിലപ്പോൾ സ്കൂളിൽ നിന്ന് പോലും നിങ്ങൾ കാര്യമായിട്ടൊന്നും പോകുന്നുണ്ടാവില്ല, എപ്പോഴും ആ സീറ്റിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മുടെ ബോഡി എന്ത് ചെയ്യേണ്ടതുണ്ട്? മൂവ് ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡാൻസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം, അതേപോലെ തന്നെ കളിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോവാം. ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ആട്ടോ മിസ് ഉദ്ദേശിച്ചത്. അതിൽ ഷട്ടിൽ ബാറ്റ് വേണമെങ്കിൽ കളിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കരാട്ട, കുംഫു ഇങ്ങനെയുള്ള മാർഷൽ ആർട്സ് പഠിക്കാം. എങ്ങനെയൊക്കെ നിങ്ങളുടെ ബോഡി മൂവ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി നിങ്ങൾ എന്ത് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പുറത്തൊക്കെ പോയി കളിക്കാൻ താല്പര്യമില്ലാത്ത കൂട്ടുകാരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും എന്ത് ചെയ്യുക? ആക്ടിവിറ്റീസിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ നല്ല പോലെ എന്ത് ചെയ്യുക? ഈവനിങ് ഒക്കെ കഴിഞ്ഞ് നിന്നാൽ കളിക്കുക. അതിൽ ഗെയിംസ് കളിക്കുക എന്നല്ല മിസ് പറഞ്ഞത്, ഈ പറയുന്ന പോലെ ഫോണിലുള്ള ഗെയിംസ് അല്ല കേട്ടോ. പുറത്തൊക്കെ പോയിട്ട് നല്ല ഗെയിംസ് ഒക്കെ എന്ത് ചെയ്യുക? കളിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി അടുത്തതാണ് ഈറ്റ് ഹെൽത്തി. ഇത് നിങ്ങളോട് പ്രത്യേകം പറഞ്ഞു തരേണ്ട ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് അല്ലെ? കഴിക്കുന്നത് ഫുള്ളും ബർഗർ, പിസ്സ, സാൻഡ്വിച്ച് പോലുള്ള ഫാസ്റ്റ് ഫുഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് ഉണ്ടാവും? ഒരിക്കലുമില്ല. ഹെൽത്തി ആയിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കൂടെ നിങ്ങൾ കഴിക്കണം. എഗ്ഗ്, പ്രോട്ടീനുള്ള ഫുഡുകൾ, അതേപോലെ തന്നെ ധാന്യങ്ങൾ, പൾസസ്, സിറിയൽസ്, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം? കഴിക്കണം. ഇതൊക്കെ കഴിച്ചെങ്കിൽ മാത്രമേ നല്ല പോലെ ഒരു ആരോഗ്യം നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ നന്നായിട്ട് ഫുഡ് കഴിക്കുക എന്ന് പറയുമ്പോൾ വാരി വലിച്ച് കഴിക്കുക എന്നുള്ളതും കൂടി അല്ല അർത്ഥം. ഞാൻ രാവിലെ കുറേ ഫുഡ് കഴിക്കുന്നുണ്ട്, രാത്രി കുറേ ഫുഡ് കഴിക്കുന്നുണ്ട്, ഇതല്ല കേട്ടോ. ഒരുപാട് ഫുഡ് കഴിച്ചുകൊണ്ട് നമുക്ക് ആരോഗ്യം ഉണ്ടാവില്ല. വേണ്ട ഫുഡ്, നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് ആവശ്യത്തിന് കഴിക്കുക. അമ്മമാർ തരുന്ന ഫുഡുകൾ കഴിക്കാൻ നോക്കുക. ഹോട്ടലിലുള്ള അജിനാമോട്ടോ ചേർത്ത ഫുഡായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടം, പക്ഷെ അത് നമ്മുടെ വയറിനും നമ്മുടെ മനസ്സിനും ഒക്കെ എന്താണ് പിന്നീട് വലിയ ഗുണമായിട്ട് മാറുകയില്ല. അപ്പൊ അമ്മ ഉണ്ടാക്കി തരുന്ന വീട്ടിലുള്ള നല്ല ഫുഡുകൾ തന്നെ നിങ്ങൾ കഴിച്ച് ശീലിക്കുക. അടുത്തതായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവോയ്ഡ് ജങ്ക് ഫുഡ് എന്നുള്ളത്. ഇത് നേരത്തെ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ തന്നെ പറയാനുള്ളതാണ്. പുറത്തുനിന്ന് കഴിക്കുന്ന ഫുഡുകൾ നമുക്ക് വലിയ ദോഷം ചെയ്യും. ഇൻസ്റ്റന്റ് ഫുഡുകളുടെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ ഇപ്പോൾ, നിങ്ങൾക്കൊക്കെ അത് കഴിക്കാനായിരിക്കും ഇഷ്ടം. പക്ഷെ അത് എന്ത് ചെയ്യുക? നല്ലപോലെ ഒന്ന് കഴിക്കുന്ന അളവ് എന്ത് ചെയ്യുക? കുറയ്ക്കുക.
അടുത്ത കാര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഗുഡ് സ്ലീപ്പ് എന്നുള്ളത്. കൂട്ടുകാർ കൃത്യമായിട്ട് ഉറങ്ങുക. ചില ആളുകൾക്കൊക്കെ ഉണ്ട് രാത്രി ഫോണൊക്കെ കളിച്ച് ഗെയിമൊക്കെ കളിച്ച് ഇങ്ങനെ ഇരിക്കും, സിനിമ കണ്ട് കുറേ നേരം ഇരിക്കും. നിങ്ങൾ വളരുന്ന പ്രായമാണ്, നിങ്ങൾക്ക് നല്ല ഉറക്കം ആവശ്യമാണ്. നല്ലതുപോലെ എന്ത് ചെയ്യുക, ഉറങ്ങുക, നല്ലപോലെ രാവിലെ എഴുന്നേൽക്കുക, നേരത്തെ കിടന്ന് രാവിലെ എഴുന്നേൽക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എൻ്റെ കുട്ടികളെ ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കാലത്തോളം നിങ്ങൾക്ക് ശീലമായിട്ട് വേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഈ കുഞ്ഞുനാൾ മുതൽ ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. നല്ല ശീലങ്ങൾ നല്ല ജീവിതത്തിന് നമ്മളെ ഉപകരിക്കും. അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കുക. അടുത്തൊരു വീഡിയോയിൽ മിസ് വീണ്ടും വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ ബൈ.